മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരന്റെ പരാമർശം വിവാദത്തിലായി. നാട് മുഴുവൻ ഒലിച്ചുപോയിട്ടില്ലെന്നും 3 വാർഡുകൾ മാത്രമാണ് ഒലിച്ചുപോയെന്നുമായിരുന്നു വി മുരളീധരന്റെ ഇന്നത്തെ പരാമർശം. പരാമർശത്തിനെതിരെ LDFും UDFും രംഗത്ത് വന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം അനുവദിക്കാത്തതിനെ ന്യായീകരിക്കാനുള്ള വാദങ്ങളുമായിട്ടായിരുന്നു വി മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇതിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വിവാദമായ ആ ഉത്തരമെത്തി. 2 പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ഒലിച്ചുപോയത്. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയിട്ടില്ലെന്നും വി മുരളീധരൻ. ഒരു പഞ്ചായത്തിലെ 3 വാർഡ്, നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ആയിക്കോട്ടെ, അല്ലല്ല, നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ. വി മുരളീധരന്റെ പരാമർശത്തിൽ പ്രതിഷേധവുമായി CPIM-ഉം കോൺഗ്രസും രംഗത്തെത്തി. ദുരന്തത്തിൽ മരിച്ചവരെ അപമാനിക്കുന്നതാണ് മുരളീധരന്റെ പ്രസ്താവനയെന്ന് ടി സിദ്ദിഖ് MLA. ഈ 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ? മരിച്ചവർ മനുഷ്യരല്ലേ? പരിക്കുപറ്റിയവർ മനുഷ്യരല്ലേ? അവശേഷിക്കുന്നവർ മനുഷ്യരല്ലേ? BJPയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കും. മലയാളികളെ പരിഹസിക്കുന്നതാണ് പ്രസ്താവനയെന്ന മുൻ MLA-യും CPIM നേതാവുമായ CK ശശീന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചെന്ന് വ്യക്തമാക്കാൻ മുരളീധരൻ തയ്യാറാവണം. ഇത് കേരളത്തിലുള്ള രാഷ്ട്രീയ വിവേചനമാണ്. രാഷ്ട്രീയ വിവേചനം കൊണ്ട് കണ്ണു കാണാത്ത രീതിയിലാണ് വായി തോന്നുന്നത് വിളിച്ചു പറയാൻ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് തയ്യാറാവുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത് മലയാളികളെ അപമാനിക്കുന്നതാണ്. പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് KSU കൽപ്പറ്റയിൽ വി മുരളീധരന്റെ കോലം കത്തിച്ചു. തിരുവനന്തപുരം, വയനാട്.